Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവെ ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ നമ്മുടെ എക്സാമുകൾ ഡിഗ്രിയുടെ എക്സാമുകൾ ഓരോന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്നൊരു എക്സാം ഉണ്ട്. എല്ലാവരും വളരെ നന്നായി പഠിക്കുക, നന്നായി എഴുതുക. ഒന്നാമത്തെ ചോദ്യം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? പൊതുവെ ഷെഡ്യൂൾ ആണ് ചോദിക്കാറ്. ഒരു തവണ മാത്രമേ ആർട്ടിക്കിൾ ചോദിച്ചുള്ളൂ. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 343 ആണ്. ആർട്ടിക്കിൾ 341 8ാം ഷെഡ്യൂൾ ആണ് ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ ആണ് ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നത്. അതേസമയം ആർട്ടിക്കിൾ ചോദിച്ചാൽ 343 ആണ്. അതിന് 343 1 പ്രകാരം 343 1 പ്രകാരമാണ് ഹിന്ദി നമ്മുടെ ഔദ്യോഗിക ഭാഷയായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ചിരുന്ന ആർട്ടിക്കിൾ 343 1 പ്രകാരമാണ്. 343 ആണ് നമ്മുടെ ഔദ്യോഗിക ഭാഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി 345 ആണെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷകൾ, സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 345 ആണ്. അപ്പൊ 2 ആർട്ടിക്കിളോട് ഓർത്തിക്കുക. 343 ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 343 1 എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദി ഔദ്യോഗിക ഭാഷ. 345 എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? ഷെഡ്യൂൾ 8 ആണ്. ഇനി നമ്മുടെ ദേശീയ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. രണ്ടാമത്തെ സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഫോർ ഡെയിലി യൂസേജ്, ദൈനംദിന ഉപയോഗത്തിനുള്ള രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ ചോദിച്ചാൽ അത് ഇംഗ്ലീഷ് ആണ്. കാരണം ഹിന്ദി എല്ലാവർക്കും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാ സംസ്ഥാനങ്ങളും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഫോർ ഡെയിലി യൂസേജ്, ദൈനംദിന ഉപയോഗത്തിൽ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ നമ്മൾ ഏതും തെരഞ്ഞെടുക്കുന്നത്? ഇംഗ്ലീഷും തെരഞ്ഞെടുക്കുന്നത്. പിന്നെ മാതൃഭാഷ. ഇങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജുകളുടെ ഗുണം. ഇനി നമുക്ക് നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണം നിലവിൽ വരുമ്പോൾ പൊതുവെ 8ാം ഷെഡ്യൂളിൽ 14 ഭാഷകൾ ഉണ്ടായിരുന്നു. എത്ര ഭാഷകൾ? 14 ഭാഷകൾ ഉണ്ടായിരുന്നു. പിന്നീട് 21ാം ഭേദഗതി പ്രകാരം 1967 21ാം ഭേദഗതി പ്രകാരം സിന്ധി ഭാഷ കൂട്ടിച്ചേർത്തു. 21ാം ഭേദഗതി പ്രകാരം സിന്ധി ഭാഷ കൂട്ടിച്ചേർത്തു. അങ്ങനെ 15 ഭാഷയായി. അത് കഴിഞ്ഞ് 1992 71ാം ഭേദഗതി പ്രകാരം കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി ഭാഷകൾ കൂടിച്ചേർത്തു. കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി ഭാഷകൾ കൂടിച്ചേർത്തു. അപ്പൊ 18 ആയി. 21ാം ഭേദഗതി പ്രകാരം സിന്ധി ഓൾറെഡി 14 ഉണ്ടായിരുന്നുള്ളൂ. 21ാം ഭേദഗതി പ്രകാരം സിന്ധി കൂടിച്ചേർത്തു. 71ാം ഭേദഗതി പ്രകാരം കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി, അങ്ങനെ 18 ഭാഷകളായി. അത് കഴിഞ്ഞാൽ 2003 92ാം ഭേദഗതി പ്രകാരം ബോഡോ, മൈഥിലി, സാന്താലി, ഡോഗ്രി കിട്ടിയ ഡോഗ്രി, ബോഡോ, മൈഥിലി, സാന്താലി 4 ഭാഷകൾ 92ാം ഭേദഗതി 2003 92ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. അങ്ങനെ 22 ഭാഷകൾ. അങ്ങനെയാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷകൾ 22 ഭാഷകളായിട്ട് മാറുന്നത്. ക്ലിയർ ആയിരിക്കും? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷകളുടെ ഒരു രീതി. ഇനി ഔദ്യോഗിക ഭാഷ 8ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു വിദേശ ഭാഷ ചോദിച്ചാൽ അത് നേപ്പാളിയാണ്. അതും കൂടി മറക്കാതെ പഠിക്കുക. 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു വിദേശ ഭാഷ എന്ന് പറയുന്നത് നേപ്പാളിയാണ്. നമ്മുടെ കറൻസിയിൽ വാല്യൂ രേഖപ്പെടുത്തിയുള്ള ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് 17 ആണ്. ആ കറൻസിയിൽ 17 ആണ്. അതിന് പാനലിൽ നമുക്ക് 15 കാണും. അതുകൂടാതെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ്. പാനൽ ഏറ്റവും ടോപ്പിൽ എടുക്കുന്നത് ആസാമീസ് ആയിരിക്കും, ഏറ്റവും അടിയിൽ എടുക്കുന്നത് ഉറുദു ആയിരിക്കും, മലയാളത്തിൽ സ്ഥാനം 7 ആയിരിക്കും വരിക. ക്ലിയർ ആയിരിക്കുമല്ലോ? ഓക്കെ. ഇനി കറൻസിയിലുള്ള 2 വിദേശ ഭാഷ എന്ന് പറഞ്ഞാൽ ഒന്ന് നേപ്പാളിയും ഒന്ന് ഇംഗ്ലീഷുമാണ്. ക്ലിയർ ആയില്ലോ? ഇതാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷകളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ ആയില്ല? അപ്പൊ ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ 8 ആണ്. ആർട്ടിക്കിൾ 343 ആണ്. 343 പ്രകാരം 1 പ്രകാരം ഹിന്ദി ഔദ്യോഗിക ഭാഷയാണ്. രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ 345 ആണെന്ന് ഓർത്തിക്കുക. ഓൾറെഡി 14 ഭാഷകളെ ഉണ്ടായിരുന്നുള്ളൂ. 21ാം ഭേദഗതി പ്രകാരം സിന്ധി കൂട്ടിച്ചേർത്തു. അങ്ങനെ 15 ആയി. 71ാം ഭേദഗതി പ്രകാരം കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി കൂട്ടിച്ചേർത്തു. അപ്പൊ 18 ആയി. അത് കഴിഞ്ഞാൽ 92ാം ഭേദഗതി 2003 92ാം ഭേദഗതി പ്രകാരം ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താലി, അങ്ങനെയാണ് 22 ഭാഷകൾ വരുന്നത്. 8ാം ഷെഡ്യൂളിലുള്ള ഒരേ ഒരു വിദേശ ഭാഷ ചോദിച്ചാൽ അത് നേപ്പാളിയാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിക്കുക. ഇതാണ് ഔദ്യോഗിക ഭാഷകളുമായി ബന്ധപ്പെട്ട ചോദ്യം ഉത്തരം. ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞ് ഓർത്തിക്കുക. നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നാഷണൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഗാന്ധിജിയും ഡോക്ടർ ബി ആർ അംബേദ്കറും പൂന ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? ഗാന്ധിജിയും ഡോക്ടർ ബി ആർ അംബേദ്കറും പൂന ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? ഓർത്തിക്കുക. 1932 1932 ഗാന്ധിജിയും ഡോക്ടർ ബി ആർ അംബേദ്കറും പൂന ഉടമ്പടി ഒപ്പുവെച്ചത്. ആ പൂന ഉടമ്പടി പഠിക്കുമ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതേ വർഷം തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? കമ്മ്യൂണൽ അവാർഡ് വരുന്നത്. കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ രാംസെ മാക്ഡൊണാൾഡ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ രാംസെ മാക്ഡൊണാൾഡ് ഇന്ത്യക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ അവാർഡ്. ഇതൊരു അവാർഡല്ല, അതൊരു കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആണ്. ഇന്ത്യയിലെ ആദ്യകാലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായിരുന്നു എന്തുണ്ടായിരുന്നത്? 1909 മിൻഡോമോ ആക്ട് പ്രകാരം
മുസ്ലിം ലീഗിന് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തിയിരുന്നു. കമ്മ്യൂണൽ ആക്ട് പ്രകാരം, കമ്മ്യൂണൽ അവാർഡ് പ്രകാരം ഇന്ത്യയിലെ എല്ലാ ജാതി മത വിഭാഗത്തിനും പ്രത്യേകം റിസർവേഷൻ ഇലക്ടറേറ്റ് കൊടുക്കണം, നിയോജക മണ്ഡലം കൊടുക്കണം. അപ്പൊ ഇന്ത്യയെ ടോട്ടലി ഛിന്ന ഭിന്നമായി, ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനം ഛിന്ന ഭിന്നമായി ഭരിക്കാനുള്ള ബ്രിട്ടീഷ് തന്ത്രമാണെന്ന് പറഞ്ഞ് ആ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര വ്രതം അനുഷ്ഠിക്കുന്നു, മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അംബേദ്കറും തമ്മിൽ ചർച്ച ഉണ്ടാകുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പൂന ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ആ പൂന ഉടമ്പടിയോടുകൂടി ഗാന്ധിജി തന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലോ? പൂന ഉടമ്പടി എന്ന് പറയുന്നത് ഗാന്ധിജിയും അംബേദ്കറാണ് 1932 അതുമായി ബന്ധപ്പെട്ട ഇത് പഠിക്കുക. ഇന്ത്യക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിച്ചത് രാംസെ മെക്ഡൊണാൾഡ് ആണ്. രാംസെ മെക്ഡൊണാൾഡ് ഗാന്ധിജി ആദ്യമായി തന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച ഒരു സംഭവം ചോദിച്ചാൽ അത് ഈ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി പ്രഖ്യാപിക്കുന്ന നിരാഹാര സമരം. ഇതാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ക്ലിയർ ആയിരിക്കും? അപ്പൊ കമ്മ്യൂണൽ അവാർഡും ഈ പറഞ്ഞ പ്യൂന ഉടമ്പടി ഓർത്തിക്കുക, 1932 ഓർത്തിക്കുക. ക്ലിയർ ആയിരിക്കും? ദെൻ തേർഡ് ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നാണ്. വേൾഡ് ഹിസ്റ്ററി ബാസ്റ്റീൽ ജയിലിന്റെ പതനം എന്നായിരുന്നു. ബാസ്റ്റീൽ ജയിലിന്റെ പതനം എന്നായിരുന്നു. ഓർത്തിക്കുക, ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ബാസ്റ്റീൽ ജയിൽ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ കാരാഗ്രഹമായിരുന്നു ബാസ്റ്റീൽ ജയിൽ. അത് 1789, നമുക്കറിയാലോ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച 1789. 1789 ജൂലൈ 14, 1789 ജൂലൈ 14 ആണ് ബാസ്റ്റീൽ ജയിലിന്റെ പതനം. ആ ബാസ്റ്റീൽ ജയിലിന്റെ പതനത്തോടുകൂടി ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു എന്നാണ് നമ്മൾ പറയുക. ബാസ്റ്റീൽ ജയിലിന്റെ പതനത്തോടുകൂടി, അതിന്റെ തകർച്ചയോടുകൂടി ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റ് എന്ന് പറയുന്നത് 1718, 1789 ജൂലൈ 14 ആണ്. ഇനി ഇതിനോടനുബന്ധിച്ച് 1789 ജൂൺ 20 നമ്മുടെ ഡേറ്റ്. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും ഈ ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഓർത്തു വയ്ക്കുക. പിന്നെ ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അന്നത്തെ ഭരണാധികാരി ലൂയി 16 ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി വെച്ച് ലൂയി 16 അന്നത്തെ രാജവംശം ചോദിച്ചാൽ അത് ബൂർബോൺ എന്ന് പറയുന്ന രാജവംശം. ബൂർബോൺ അല്ലെങ്കിൽ ബൂർബൻ എന്ന് പറയാം, രണ്ടും ഒന്നാണ്. ബൂർബോൺ രാജവംശമായിരുന്നു. അപ്പൊ നടക്കേണ്ട ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഭരണാധികാരി ആരാന്ന് വെച്ചാൽ അത് ലൂയി 16 അന്നത്തെ രാജവംശം ചോദിച്ചാൽ അത് ബൂർബൻ രാജവംശമാണ്. ഇപ്പൊ റഷ്യൻ വിപ്ലവക്കാണെങ്കിൽ റഷ്യൻ വിപ്ലവ കാലഘട്ടത്തെ രാജവംശം ചോദിച്ചാൽ നമ്മൾ റോമനോ രാജവംശം എന്ന് പറയാം. റോമനോ. ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കും, ഇന്ത്യയിലെ രാജവംശം ചോദിച്ചാൽ നമ്മൾ മുഗൾ ഡൈനാസ്റ്റിയെ പറയാം, മുഗൾ രാജവംശം. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തെ രാജവംശം ചോദിച്ചാൽ അത് ബൂർബൻ ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 ബാസ്റ്റീൽ ജയിലിന്റെ പകരം 1789 ജൂലൈ 14. അതോടുകൂടി ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു. ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാനുള്ളത് ലൂയി 14, ലൂയി 15, ലൂയി 16. അത് ലൂയി 14 എന്ന് പറയുന്നത് ഞാനാണ് രാഷ്ട്രം, ഐ ആം ദി സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ് ഭരണാധികരിച്ചത് അത് ലൂയി 14 ആണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ലൂയി 14 ആണ്. അതേസമയം എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ആരാണ്? അത് ലൂയി 15 എനിക്ക് ശേഷം പ്രളയം, ആഫ്റ്റർ മീ ഡെലൂക്ക്, എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15 ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ലൂയി 16. അപ്പൊ മൂന്നും ഒരുമിച്ച് പഠിച്ചാൽ മതി. ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലൂയി 14, എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15, ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തെ ഭരണാധികാരി ലൂയി 16. ക്ലിയർ ആയിരിക്കലോ? ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ അതിന്റെ ഏറ്റവും മോട്ടിവേറ്റർ ആയിരുന്ന ജീൻ ജാക്കസ് റൂസോയാണ്. അപ്പൊ മറക്കണ്ട, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസിയാണ്, ജീൻ ജാക്കസ് റൂസോ എന്ന് പറയും. സോഷ്യൽ കോൺട്രാക്ട്, എമിലി ഡിസ്കോഴ്സ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. സോഷ്യൽ കോൺട്രാക്ട്, എമിലി ഡിസ്കോഴ്സ്, ഇതൊക്കെ ആരുടെ കൃതികളാണ്? റൂസോയുടെ കൃതികളാണ്. മറ്റ് ഫിലോസഫേഴ്സ് എന്നത് റൂസോ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വോൾട്ടയർ ആൻഡ് മൊണ്ടസ്ക്യൂ ആണ്. വോൾട്ടയർ ആൻഡ് മൊണ്ടസ്ക്യൂ. ക്ലിയർ ആയാലോ? അതില് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വോൾട്ടറയും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നത് റൂസിയാണ്. പിന്നെ ഇവിടെ വരുന്നത് മൊണ്ടസ്ക്യൂ. മൊണ്ടസ്ക്യൂവിന്റെ സെപ്പറേഷൻ ഓഫ് പവർ ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ലോ ആൻഡ് സെപ്പറേഷൻ ഓഫ് പവർ, ഇതൊക്കെ മൊണ്ടസ്ക്യൂവിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. അപ്പൊ ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട ഈ 3 ഫിലോസഫേഴ്സ് ഉണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വോൾട്ടയർ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ജീൻ ജാക്കസ് റൂസോ, എമിലി ഡിസ്കോഴ്സ് ആൻഡ് സോഷ്യൽ കോൺട്രാക്ട്, ഇതെല്ലാം റൂസോയുടെ കൃതികളാണ്. അതേസമയം സ്പിരിറ്റ് ഓഫ് ലോ ആൻഡ് എന്താണ് ദി സെപ്പറേഷൻ ഓഫ് പവർ, രണ്ടും ആരുതാണ്? മൊണ്ടസ്ക്യൂവിന്റെ കൃതികളാണെന്ന് നോക്കുക. അപ്പൊ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറ്റി മറക്കണ്ട, 1789 ജൂലൈ 14 അതാണ് ബാസ്റ്റീൽ ജയിലിന്റെ പതനം. 1789 ജൂൺ 20 എന്ന് പറഞ്ഞാൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഭരണാധികാരി വിപ്ലവം നടക്കുമ്പോഴുണ്ടായിരുന്ന രാജവംശം ബൂർബനാണ്, ഭരണാധികാരി 16, അതിന്റെ ബാക്കിൽ 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിൽ ലൂയി 14, അദ്ദേഹമാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. ഫിലോസഫേഴ്സ് നമ്മൾ ഈ പറഞ്ഞ റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. ക്ലിയർ ആയിരിക്കുമല്ലോ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത്, ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നത്, ഇതൊക്കെ ആരായിരിക്കും?
നെപ്പോളിയൻ ബോണപ്പാർട്ട്. മറക്കണ്ട, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നു, ലിറ്റിൽ കോർപ്പറൽ എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടുമാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട് ഏറ്റവും ഷോർട്ട് ആയിട്ട് നോക്കി. അപ്പോൾ 3 ചോദ്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളും ഷെഡ്യൂളും പറഞ്ഞു. പിന്നെ അത് പൂന ഉടമ്പടി, കമ്മ്യൂണൽ അവാർഡ് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാസ്റ്റിൽ ജയിലിന്റെ പതനം അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഷോർട്ട്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും 3 ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തു. അതായത് 9846298093 എന്ന എന്റെ വാട്സ്ആപ്പ് നമ്പർ കമന്റ് ചെയ്യുക. വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം തരാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതോടെ എല്ലാവർക്കും ബൈ.